ഹലോ ഗൈസ്, വൈബ് ബ്ലോഗറിൻ്റെ ഫസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. സോ എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ പിൻ പോയിൻ്റ് ചെയ്ത് കാണിക്കുക, ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക, കമൻസിൽ മെൻഷൻ ചെയ്യുക. അതിനനുസരിച്ചിട്ട് വേണ്ട ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഞാൻ വരുത്തുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും പുറത്ത് പോകുമ്പോൾ പല വെറൈറ്റീസ് ഓഫ് ദോശ നമ്മൾ കഴിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതിൽ വൺ ഓഫ് ദ ഫേമസ് ആയിട്ടുള്ള ഒരു ദോശയാണ് മൈസൂർ മസാല ദോശ. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നമ്മൾ കഴിക്കാൻ നേരത്ത് നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്, നമുക്ക് ഇതൊന്ന് വീട്ടിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. മൈസൂർ മസാല ദോശ കുട്ടികൾക്കും വളരെ ഇഷ്ടമാണ്, നമുക്കും വളരെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലെങ്കിലും അത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ക്രിസ്പി മൈസൂർ മസാല ദോശ വിത്ത് നമ്മളൊരു ഗ്രീൻ ചട്നി ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വളരെ മിനിമലിസ്റ്റിക് സ്റ്റൈലിലാണ്. നമുക്ക് നല്ല ടേസ്റ്റി ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം നമുക്ക് കുട്ടികൾക്കും നമുക്കും എല്ലാവർക്കും ഇഷ്ടമാവുന്ന രീതിക്ക് ഒരു അധികം എടുക്കാത്ത ഒരു റെസിപ്പിയാണ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ആദ്യം നിങ്ങളെ കാണിക്കുന്നത്. സോ ഫസ്റ്റ് ഇത് ചാട്ട് മസാല. ചാട്ട് മസാലയാണ്. പിന്നെ ഇത് എക്സ്ട്രാ നമുക്ക് കുറച്ച് മല്ലിയില എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ എടുക്കാം. ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി നമുക്ക് ആവശ്യം വരും. പിന്നെ ഇത് ഗരം മസാല, പിന്നെ ഇത് കൊറിയാൻഡർ പൗഡർ. പിന്നെ നമുക്ക് മസാല ഉണ്ടാക്കാനാണ്. അപ്പോൾ മൈസൂർ മസാല ഉണ്ടാക്കാനായിട്ടുള്ള മസാല പൗഡേഴ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എണ്ണ. അപ്പോൾ ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഓക്കെ, പിന്നെ വരുന്നത് നമുക്ക് ഗ്രീൻ ചട്നി ഉണ്ടാക്കാനായിട്ട് കുറച്ച് പുളി നമ്മൾ വെള്ളത്തിൽ കലക്കി നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഗ്രീൻ ചട്നിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് ചോപ്പ് ചെയ്ത ടൊമാറ്റോസ്, ചോപ്പ് ചെയ്ത ഉള്ളി. അപ്പോൾ ഉള്ളി നമ്മൾ ഫുള്ളും യൂസ് ചെയ്യുന്നില്ല, കാരണം ഉള്ളി നമുക്ക് കുറച്ച് ഗ്രീൻ ചട്നിക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയെ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇത് ക്യാബേജ്. നമ്മളിത് വളരെ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ഒരു ക്യാബേജാണ്. പിന്നെ അതേപോലെ തന്നെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്. പിന്നെ ഇത് നമ്മൾ കുറച്ച് പച്ചമുളക് ചോപ്പ് ചെയ്തത്, അത് നമ്മൾ ഈ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വന്നിട്ട് ഇത് മല്ലിയില ചോപ്പ് ചെയ്തത്. പിന്നെ 2 ഗ്രീൻ ചില്ലി. അപ്പോൾ ഈ ഗ്രീൻ ചില്ലി നമുക്ക് ഗ്രീൻ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഐറ്റംസ് വേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തുടങ്ങാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട്. പാനിൽ നമ്മൾ ഇത് സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ പാനിൽ നമ്മൾ ആദ്യം കുറച്ച് എണ്ണ ചൂടാക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്ത് കുറച്ച് എണ്ണയാണ് ഒഴിക്കുന്നത്, സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. നമുക്ക് കൂടുതൽ എണ്ണ വേണ്ട, നമുക്ക് കുറച്ച് എണ്ണ മതി. കാരണം നമ്മൾ കുറച്ചും കൂടെ ഒരു ഹെൽത്തി ഓപ്ഷനായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് എണ്ണയെ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള നമുക്കൊരു അപ്രോച്ചാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എണ്ണ ചൂടാവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, എണ്ണ ഇപ്പോൾ ചൂടായി വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ചൂടാവണം. ചൂടായതിന് ശേഷം മാത്രമേ നമുക്ക് ഉള്ളി, നമ്മൾ ആദ്യം ഇടുന്നത് ഉള്ളിയായിരിക്കും, നമുക്ക് അത് ചെയ്യാം. ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ കൈ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു ആവി പറക്കുന്നത് അറിയാൻ പറ്റും. അപ്പോൾ ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. നമുക്കൊരു പാകത്തിന് ഇപ്പോൾ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ പാകത്തിന് അത് വരാമെന്നുള്ള ഒരു ചൂട് നമുക്ക് വേണം. ഓക്കെ, ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ അറിയാം, നമുക്ക് ആവി പറക്കുന്നത് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് സിമ്മിലിടാം. സിമ്മിലിട്ടതിന് ശേഷം ഞാൻ പറഞ്ഞു നമുക്കിത് ഫുൾ ക്വാണ്ടിറ്റി നമ്മൾ യൂസ് ചെയ്യില്ല, നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഉള്ളി നല്ല രീതിക്ക് ഒന്ന് ഫ്രൈ ആവണം. ഉള്ളി അപ്പോൾ നല്ല രീതിക്ക് ഉള്ളി കുറച്ചൊന്ന് ബ്രൗണിഷ് ആവുന്നത് വരെ നമ്മളൊന്ന് ഇങ്ങനെ ഇത് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിയുടെ എന്നാലും നല്ല ചൂടായി വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്മിലിടാൻ, വെറുതെ ഗ്യാസ് കളയേണ്ട ആവശ്യമില്ല നമുക്ക്.
എണ്ണയൊക്കെ എന്ന് പറഞ്ഞ് ഒഴിക്കുക നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ ആ ഒരു ടെമ്പറേച്ചർ അതങ്ങ് മെയിൻറ്റെയിൻ ചെയ്തോളും. ഓക്കെ, അപ്പോൾ നമുക്കിതൊരു യെല്ലോയിഷ് ബ്രൗണിഷ് കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഇത് ചെയ്യാം. ഇതൊരു ഗോൾഡൻ ബ്രൗണിഷ് കളർ ആവണം. ഇപ്പോൾ ഇതൊരു ഓൾമോസ്റ്റ് ഒരു യെല്ലോയിഷ് കളറാണ്. കാരണം ഈ ബ്രൗണിഷ് കളറായി കഴിഞ്ഞാൽ ഈ ഉള്ളിയുടെ ഈ പച്ച സ്മെല്ല് നമുക്ക് പോവും. അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഉള്ളിയുടെ ഈ പച്ച സ്മെല്ല് ഇഷ്ടമാവില്ല. ഓക്കെ, അപ്പോൾ എസ്പെഷ്യലി നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ ഈ ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേക്കും നല്ല അത് കാരമലൈസ്ഡ് ഓണിയൻ എന്ന് നമ്മൾ പറയും. സോ ആ രീതിക്കുള്ള ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ മാറിക്കിട്ട് നല്ല അറോമയായിരിക്കും, നല്ല സ്മെല്ലായിരിക്കും. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇത് നമുക്ക് ബ്രൗണിഷ് ആയിട്ടുണ്ട്. അടുത്ത നമ്മൾ ഇടാൻ പോകുന്നത് ക്യാബേജാണ്. അപ്പോൾ ക്യാബേജ് നമ്മൾ ഫുള്ള് ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്യാബേജാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഓൾമോസ്റ്റ് ഒരു സെമി തിക്ക് ഗ്രേവിയാണ്. അപ്പോൾ കാരമലൈസ്ഡ് ആയിട്ടുള്ള ഉള്ളിയുടെ മുകളിൽ നമ്മൾ ഇപ്പോൾ ക്യാബേജ് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഈ ക്യാബേജ് അത്യാവശ്യം നല്ലൊരു വേവ് വേണ്ട ഒരു വെജിറ്റബിളാണ്. അപ്പോൾ നമുക്ക് പച്ച ക്യാബേജ് എന്ന് പറയുമ്പോഴത്തേക്ക് അതും ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ക്യാബേജ് നിർബന്ധമല്ല. അപ്പോൾ നിങ്ങൾക്ക് ക്യാബേജ് വേണ്ടാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ക്യാബേജ് നിർബന്ധമല്ല. അപ്പോൾ ഞാൻ ക്യാബേജ് സെലക്ട് ചെയ്ത് കാരണം അതൊരു ഹെൽത്തി ഓപ്ഷൻ ആയതുകൊണ്ടാണ്. ക്യാബേജ് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു ഹെൽത്തി ഓപ്ഷനാണ്. അപ്പോൾ ക്യാബേജും അതിൻ്റെ ഒരു പച്ച സ്മെല്ല് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഇതിൻ്റെ കൂടെ ഇങ്ങനെ അത് വേവണം. ഇപ്പോൾ ക്യാബേജും അതേപോലെ തന്നെ ക്യാരറ്റും ഈ രണ്ടും. ഇപ്പോൾ നമുക്ക് അടുത്ത് ക്യാരറ്റാണ് വരാൻ പോകുന്നത്. അപ്പോൾ ക്യാബേജും പിന്നെ നമ്മളിപ്പോൾ തന്നെ നമ്മൾ ക്യാരറ്റും ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ അതിന് രണ്ടും കുറച്ച് കാരണം ഗ്രേറ്റഡ് ആയതുകൊണ്ട് തന്നെ അത് വേഗം ഒന്ന് വെന്തോളും. അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്ത് ക്യാരറ്റും ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ക്യാരറ്റും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ചിപ്പോൾ ഇത് സിമ്മിലാണ് കിടക്കുന്നത്. നമുക്ക് കുറച്ചൊന്ന് ഇത് കൂട്ടിക്കൊടുക്കാം. നമ്മൾ കൂട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കപ്പോൾ ഇത് പെട്ടെന്ന് നമുക്കൊന്ന് ഇതിൻ്റെ സംഭവം ഒന്ന് പെട്ടെന്ന് ആയിക്കിട്ടും. ഓക്കെ, സോ നമുക്ക് ചെയ്തെടുക്കാം. സോ നമ്മളിത് കുറച്ച് ഇത് അടി പിടിക്കരുത്, അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കുറച്ച് നേരം ഇത് വേവുന്നത് വരെ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇവിടെ സിമ്മിലിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് മസാല പൊടികൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, സോ മസാല പൊടികൾ ഇപ്പോൾ ആദ്യം തന്നെ ചില്ലി പൗഡറാണ്. അപ്പോൾ ചില്ലി പൗഡർ നമുക്ക് പാകത്തിന് ഇട്ട് കൊടുക്കാം. ഇത്ര മതിയാവും. നമുക്ക് കൂടുതൽ എരിവ് വേണ്ടതാണെങ്കിൽ നമുക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, പിന്നെ കുറച്ച് ഗരം മസാല നമുക്കൊരു ഒരു ടീസ്പൂൺ മതിയാവും. ഒരു ടീസ്പൂണിൽ കൂടുതൽ ഇടണ്ട, കാരണം അത് ഓവർ പവറാവും. മസാല പൊടി ഭയങ്കരമായിട്ട് ഓവർ പവറാവും. ഇത് മതിയാവും. പിന്നെ മഞ്ഞപ്പൊടി ഒരു 1/4 ടീസ്പൂൺ അത്രേ നമ്മൾ ഇടാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ നമ്മൾ ഇടരുത്. ഓക്കെ, നമുക്ക് എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കാരണം ഈ മസാല പൗഡറിൻ്റെ ഒക്കെ സ്മെല്ല് അല്ലെങ്കിൽ അതും ഒന്ന് വേവണം. അപ്പോൾ ആദ്യം ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് പിന്നെ ബാക്കിയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ചേർക്കാം. ഓക്കെ, നമുക്കിത് വേണ്ടത് ഒരു സെമി തിക്ക് ഗ്രേവിയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറയാം നമ്മൾ എപ്പോഴാണ് ഇതിൻ്റെ അകത്ത് വെള്ളം ചേർക്കേണ്ടത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അതേപോലെ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇത്രയും ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഐറ്റംസും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് കുറച്ച് പച്ചമുളക് നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്തില്ല, കാരണം പച്ചമുളക് മസാലയിൽ കുറച്ച് അത് അത്രയും എന്താ പറയുക ഒരു ഫ്രൈ ആവരുത്. ഓക്കെ, പിന്നെ ഉള്ളത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്കൊരു 1 ടേബിൾ സ്പൂണാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അതും നമുക്ക് ഓവർ പവർ ആവരുത്. ഇതിനകത്ത് ഒരു മസാലയും നമുക്ക് ഓവർ പവർ ആവരുത്. പിന്നെ ഉള്ളത് കൊറിയാണ്ടർ പൗഡറാണ്. അപ്പോൾ കൊറിയാണ്ടർ പൗഡർ ഒരു ടീസ്പൂൺ അത്രേ പാടുള്ളൂ. പിന്നെ വേണ്ടത് ഉപ്പാണ്. ഉപ്പ് നമുക്ക് ആദ്യം ഒരു അര ടീസ്പൂൺ ഉപ്പ് മതി. പിന്നെ ബാക്കി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് ആഡ് ചെയ്ത് ചേർത്താൽ മതി. ഓക്കെ, ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് വേണ്ടത് നമ്മൾ തക്കാളിയാണ്. അപ്പോൾ തക്കാളി നമ്മൾ ഇതിനകത്ത് ഞാനിപ്പോൾ ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു തക്കാളി മതിയാവും.
ഒരു തക്കാളി കൂടുതൽ വേണ്ടവർക്ക് അവർക്ക് ചെയ്യാം. ഇനി നമ്മൾ കുറച്ചും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ കുറച്ച് വെള്ളം ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് നല്ല രീതിക്ക് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് സെമി സോളിഡ് ആക്കാൻ നമ്മൾ കുറച്ച് വെള്ളം, നമ്മൾ കൂടുതൽ ഇടരുത്, കുറച്ച് വെള്ളം മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കാവൂ. എന്നിട്ട് ഈ വെള്ളം നമ്മൾ സെമി സോളിഡ് ആവുന്നത് വരെ നമ്മൾ വറ്റിച്ചെടുക്കുകയും വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മസാലയിലാണ് നമ്മളിപ്പോൾ വെള്ളം ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വെള്ളം ആഡ് ചെയ്യുമ്പോൾ ഇത് കുറച്ചൊന്ന് സെമി സോളിഡ്, അപ്പോൾ അത് കണ്ടോ, ഇതൊരു സെമി സോളിഡ് ഗ്രേവി ആയിട്ട് അല്ലെങ്കിൽ ഒരു മസാല ആയിട്ട് ഇതിപ്പോൾ മാറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് കുറച്ചും കൂടെ നമ്മളതൊന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാഞ്ചീപുരം ദോശയുടെ മസാല ഇസ് റെഡി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മസാല സെമി സോളിഡ് ആയിട്ട് നമ്മളിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു. ഓക്കെ, പിന്നെ ഇത് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് മല്ലിയില. ഓക്കെ, ഇപ്പോൾ മല്ലിയില എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഓക്കെ, ഇത് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് മല്ലിയില. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഒന്നിൽ നമുക്കിത് ദോശയുടെ കൂടെ കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ദോശയുടെ അകത്ത് വെച്ചും നമുക്ക് കഴിക്കാം. അപ്പോൾ ഇത് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു. ഇപ്പോൾ ഗാർണിഷ് ചെയ്ത് ഇത് റെഡിയാണ്. അപ്പോൾ നമുക്കിനി അടുത്തത് വേണ്ടത് നമ്മുടെ ഗ്രീൻ ചട്നിക്ക് എങ്ങനെയാണ്. അപ്പോൾ ഗ്രീൻ ചട്നിക്ക് ആദ്യം നമ്മൾ കൊറിയാണ്ടർ ലീഫാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് കൊറിയാണ്ടർ ലീഫ് എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള നമ്മൾ ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള എല്ലാ കൊറിയാണ്ടർ ലീഫുമാണ് നമ്മൾ ഈ ഗ്രീൻ ചട്നിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ബാക്കി വെച്ച ഉള്ളിയാണ്. നമ്മൾ കുറച്ച് ഉള്ളി വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആ ഉള്ളി ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ബാക്കി വെച്ചിട്ടുള്ള ഉള്ളി ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 2 പച്ചമുളകാണ്. അപ്പോൾ 2 പച്ചമുളക്, ഇപ്പോൾ 2 അല്ല, അതിൽ കൂടുതൽ എരിവ് വേണ്ട ആൾക്കാർക്ക് അതിൽ കൂടുതൽ പച്ചമുളക് ചെയ്യാം. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുറച്ചും കൂടെ വേണമെങ്കിൽ നമുക്കൊരു പാകത്തിന്, നമുക്കിപ്പോൾ ഉപ്പ് കൂടുതൽ കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ, പിന്നെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പിന്നെ അത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നേരത്തെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ നമ്മൾ പുളി, അപ്പോൾ പുളിയുടെ ഇത് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ അകത്ത് നമുക്ക് പുളിയുടെ ഒരു സീഡും കാര്യങ്ങളും ഒന്നും പാടില്ല. ഓക്കെ, അപ്പോൾ സീഡ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ടായിരിക്കണം പുളി ഇടേണ്ടത്. സോ ഇത് മൊത്തമായിട്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് പുളി ഫുള്ളായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിന് ശേഷം കുറച്ച് വെള്ളം. അപ്പോൾ അധികം വെള്ളം വേണ്ട, കാരണം പുളിയുടെ തന്നെ വെള്ളം കുറച്ചുണ്ടാവും. എന്നിട്ട് നമ്മളിത് അരച്ചെടുക്കുക. അരച്ച് കഴിഞ്ഞ് നമ്മൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ഗ്രീൻ ചട്നി. നമുക്കിത് ദോശ ഇതിൻ്റെ അകത്ത് മുക്കി നമുക്ക് കഴിക്കാം. ഇനി അടുത്തത് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഗ്രീൻ ചട്നി ഇതും റെഡിയാണ്. സോ നെക്സ്റ്റ് നമ്മൾ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ നമ്മുടെ മൈസൂർ മസാല ദോശ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, ആൻഡ് ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ടേസ്റ്റ് റിവ്യൂ ഉണ്ടാകുന്നതായിരിക്കും. നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ദോശയാണ്. സോ ദോശ നമ്മളിപ്പോൾ ക്രിസ്പിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് അധികം ഒരു ഇതേപോലത്തെ 1 കപ്പ് മതിയാവും. ആൻഡ് അതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ ഹെൽത്തി ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ അധികം എണ്ണ ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇപ്പം തന്നെ ഈ മസാല ഇടേണ്ട ആവശ്യമില്ല. മസാല നമുക്ക് തിരിച്ചിട്ടിട്ട് ഇത് സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഈ മസാല അതിൻ്റെ അകത്ത് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കത് കൊടുക്കാൻ പറ്റും. കാരണം ഇത് ഓൾറെഡി മസാലയൊക്കെ വെന്ത് കിടക്കുന്നതാണ്. സോ പിന്നെയും അത് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഇവിടെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ മസാല ഇടുവാണ്. ഓക്കെ, ഇത് ചെയ്തതിന് ശേഷം ഇത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. സൈഡിലും ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മൾ ക്രിസ്പി ദോശയാണിത്. നല്ല രീതിയിൽ ക്രിസ്പി ആക്കുന്നുണ്ട് നമ്മൾ. ഓക്കെ, അതിന് ശേഷം ഓക്കെ നല്ല രീതിക്ക് ക്രിസ്പി ആക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്കിത് മറിച്ചിടാം.
അപ്പോൾ നമ്മൾ മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ് ഇതിൻ്റെ അകത്ത്. ഓക്കെ, നിങ്ങൾക്ക് എത്ര മസാല വേണം നമുക്ക് അപ്പോൾ അതിനനുസരിച്ച്, ഇപ്പോൾ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അധികം എരിവ് കഴിക്കാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് മസാല സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മളിത് ഫോൾഡ് ചെയ്ത് ഇപ്പോൾ മസാല ദോശ റെഡി. അപ്പോൾ നമ്മൾ പ്ലേറ്റിൻ്റെ അകത്ത് ഇത് സെർവ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ സെർവ് ചെയ്ത് നമുക്കിപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റിംഗ് നമുക്ക് ചെയ്ത് നോക്കാം. മസാല ദോശ റെഡി ആയിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ചട്നിയും ഉണ്ട്, യു ക്യാൻ ഹാവ് ഇറ്റ്. മസാല ദോശ റെഡി ആയിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ചട്നിയും ഉണ്ട്, യു ക്യാൻ ഹാവ് ഇറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ ഇതേപോലത്തെ ഒരുപാട് റെസിപ്പീസും പിന്നെ പല പല ഫുഡിൻ്റെ വ്ളോഗിങ് നമ്മൾ ചെയ്യും, പല സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുള്ള വ്ളോഗിങ് നമ്മൾ ചെയ്യും. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ആൻഡ് വൈബ് ബ്ലോഗർ സൈനിങ് ഓഫ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ ഇതേപോലത്തെ ഒരുപാട് റെസിപ്പീസും പിന്നെ പല പല ഫുഡിൻ്റെ വ്ളോഗിങ് നമ്മൾ ചെയ്യും, പല സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുള്ള വ്ളോഗിങ് നമ്മൾ ചെയ്യും. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ആൻഡ് വൈബ് ബ്ലോഗർ സൈനിങ് ഓഫ്.